പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മളിവിടെ നടത്തുന്ന ന്യായമായ സമരത്തെക്കുറിച്ച് നമ്മുടെ കൂട്ടത്തിലെ പ്രതിനിധിയായിട്ടുള്ള ഷെയ്ദ് ഭാഷ രണ്ടു വാക്ക് സംസാരിക്കുന്നതാണ്. സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, അധ്യാപകരെ, സഹോദരന്മാരെ, ഞങ്ങള് കഴിഞ്ഞ 3-ാം തീയതി മുതൽ പേപ്പർ വാല്യുവേഷനിലാണുള്ളത്. ഈ സ്കൂളിൽ ഒരു ദിവസവും പ്രത്യേകമായി പേപ്പർ വാല്യുവേഷൻ മുടക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ചൂട് കാലത്ത് ഒരു റമദാനൊക്കെ കഴിഞ്ഞ് നോമ്പൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വിഷു ഒക്കെ കഴിഞ്ഞ് 2 ദിവസമായിട്ടുള്ളൂ. എല്ലാ ദിവസവും കൃത്യമായിട്ട് അധ്യാപകർ വരികയും ഇവിടുന്ന് ബന്ധപ്പെട്ട സ്ഥാപനത്തിൽ നിന്ന് തരുന്ന പേപ്പറുകൾ കൃത്യമായി നോക്കുകയും ചെയ്യുന്നുണ്ട്. DA ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്ന സന്ദർഭത്തിലാണ് ഞങ്ങൾക്ക് കിട്ടേണ്ട 16 DA, അത് ഞങ്ങളുടെ അവകാശമാണ്, കഴിഞ്ഞ കാലങ്ങളിൽ കിട്ടിപ്പോരുന്നതാണ്. ഇത് 2 സ്പെല്ലായിട്ടാണ് ഈ പ്രാവശ്യം വാല്യുവേഷൻ നടക്കുന്നത്. ഈ 2 സ്പെല്ലായിട്ട് നടക്കുന്നതിനിടയിൽ ഞങ്ങൾക്ക് 2 ദിവസത്തെ ഗ്യാപ്പ് വരുന്നുണ്ട്. ഒരു ഞായറാഴ്ചയുണ്ട്, പെരുന്നാളിന്റെ അവധിയും വരുന്നുണ്ട്. ഈ ദിവസം ഞങ്ങൾക്ക് അനുവദിക്കപ്പെട്ട DA ആണ്, ആനുകൂല്യമാണ് ഇപ്പോൾ നിഷേധിച്ചതായിട്ടുള്ള വിവരം ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. 16 DA എഴുതി കൊടുക്കേണ്ടിടത്ത് 14 എഴുതി കൊടുക്കാനാണ് നിർദ്ദേശം വന്നിരിക്കുന്നത്. ഇത് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നുള്ള, ഉത്തരവാദിത്തപ്പെട്ട ഓഫീസുകളിൽ നിന്നുള്ള നിർദ്ദേശമാണ് എന്നാണ് അറിയാൻ പറ്റിയത്. ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, ഞങ്ങൾ പേപ്പർ നോക്കിയിരിക്കും. അതിന് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ലെന്ന് ഞങ്ങളുടെ ബാധ്യതയാണ്. പക്ഷെ ഞങ്ങൾക്ക് അർഹതപ്പെട്ട അവകാശം നിഷേധിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ പേപ്പർ വാല്യുവേഷനുമായി സഹകരിക്കാൻ ഞങ്ങൾ കഴിയില്ല എന്ന് തീർത്തു പറയാം. ഇതാരുടെ ആനുകൂല്യമൊന്നുമല്ല, ഇത് കാലങ്ങളായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന അവകാശമാണ്. ഘട്ടം ഘട്ടമായിട്ട് അധ്യാപകരുടെ ആനുകൂല്യവും അവകാശവും പിടിച്ചുവെക്കാനാണ് നീക്കമെങ്കിൽ പ്രതിഷേധത്തിന്റെ സ്വഭാവം മാറും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇന്ന് ഞങ്ങൾ 2 കെട്ട് പേപ്പർ നോക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അവകാശപ്പെട്ട, ഉത്തരവാദിത്തപ്പെട്ട, ഞങ്ങൾക്ക് എന്താ പറയുക, ഒരു ദിവസം ഞങ്ങൾ വാല്യൂ ചെയ്യേണ്ട 2 കെട്ട് പേപ്പർ ഞങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ട്, ഉച്ചയോട് കൂടി നോക്കിക്കഴിഞ്ഞിട്ടുണ്ട്. 3-ാമത്തെ കെട്ട് പേപ്പർ എന്ന് പറയുന്നത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ സ്പെല്ല് വീണ്ടും വർദ്ധിപ്പിച്ച് ഒരു ബ്രേക്കൊക്കെ ഇട്ടിട്ട് 3-ാമത്തെ സ്പെല്ലിലേക്കുള്ള സാധനമാണ് ഞങ്ങൾക്ക് ഈ 2 സ്പെല്ലിനകത്ത് തരുന്നത്. ഈ 2 സ്പെല്ലിനകത്തേക്ക് ഞങ്ങൾ തരികയും എന്നാൽ ഞങ്ങൾക്ക് അർഹതപ്പെട്ട DA തരാതിരിക്കുകയും ചെയ്യാന്നുള്ളത് നീതി നിഷേധമാണ്. അധ്യാപകരോട് സർക്കാർ സ്വീകരിക്കുന്ന പുറംതിരിഞ്ഞ നിലപാടാണ് എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഞങ്ങൾക്ക് അർഹതപ്പെട്ട DA അനുവദിച്ച് കിട്ടാതെ പേപ്പർ വാല്യുവേഷനുമായി സഹകരിക്കാൻ കഴിയില്ല എന്ന് തീർത്ത് അധ്യാപകർ വേനൽക്കാലത്തെ മൂല്യനിർണ്ണയം നടത്തുന്ന അധ്യാപകരുടെ അവകാശങ്ങൾ ന്യായമായ അവകാശങ്ങൾ പേപ്പർ നോക്കൂ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മളിവിടെ നടത്തുന്ന ന്യായമായ സമരത്തെക്കുറിച്ച് നമ്മുടെ കൂട്ടത്തിലെ പ്രതിനിധിയായിട്ടുള്ള ഷെയ്ദ് ഭാഷ രണ്ടു വാക്ക് സംസാരിക്കുന്നതാണ്. സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, അധ്യാപകരെ, സഹോദരന്മാരെ, ഞങ്ങള് കഴിഞ്ഞ 3-ാം തീയതി മുതൽ പേപ്പർ വാല്യുവേഷനിലാണുള്ളത്. ഈ സ്കൂളിൽ ഒരു ദിവസവും പ്രത്യേകമായി പേപ്പർ വാല്യുവേഷൻ മുടക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ചൂട് കാലത്ത് ഒരു റമദാനൊക്കെ കഴിഞ്ഞ് നോമ്പൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വിഷു ഒക്കെ കഴിഞ്ഞ് 2 ദിവസമായിട്ടുള്ളൂ. എല്ലാ ദിവസവും കൃത്യമായിട്ട് അധ്യാപകർ വരികയും ഇവിടുന്ന് ബന്ധപ്പെട്ട സ്ഥാപനത്തിൽ നിന്ന് തരുന്ന പേപ്പറുകൾ കൃത്യമായി നോക്കുകയും ചെയ്യുന്നുണ്ട്. DA ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്ന സന്ദർഭത്തിലാണ് ഞങ്ങൾക്ക് കിട്ടേണ്ട 16 DA, അത് ഞങ്ങളുടെ അവകാശമാണ്, കഴിഞ്ഞ കാലങ്ങളിൽ കിട്ടിപ്പോരുന്നതാണ്. ഇത് 2 സ്പെല്ലായിട്ടാണ് ഈ പ്രാവശ്യം വാല്യുവേഷൻ നടക്കുന്നത്. ഈ 2 സ്പെല്ലായിട്ട് നടക്കുന്നതിനിടയിൽ ഞങ്ങൾക്ക് 2 ദിവസത്തെ ഗ്യാപ്പ് വരുന്നുണ്ട്. ഒരു ഞായറാഴ്ചയുണ്ട്, പെരുന്നാളിന്റെ അവധിയും വരുന്നുണ്ട്. ഈ ദിവസം ഞങ്ങൾക്ക് അനുവദിക്കപ്പെട്ട DA ആണ്, ആനുകൂല്യമാണ് ഇപ്പോൾ നിഷേധിച്ചതായിട്ടുള്ള വിവരം ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. 16 DA എഴുതി കൊടുക്കേണ്ടിടത്ത് 14 എഴുതി കൊടുക്കാനാണ് നിർദ്ദേശം വന്നിരിക്കുന്നത്. ഇത് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നുള്ള, ഉത്തരവാദിത്തപ്പെട്ട ഓഫീസുകളിൽ നിന്നുള്ള നിർദ്ദേശമാണ് എന്നാണ് അറിയാൻ പറ്റിയത്. ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, ഞങ്ങൾ പേപ്പർ നോക്കിയിരിക്കും. അതിന് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ലെന്ന് ഞങ്ങളുടെ ബാധ്യതയാണ്. പക്ഷെ ഞങ്ങൾക്ക് അർഹതപ്പെട്ട അവകാശം നിഷേധിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ പേപ്പർ വാല്യുവേഷനുമായി സഹകരിക്കാൻ ഞങ്ങൾ കഴിയില്ല എന്ന് തീർത്തു പറയാം. ഇതാരുടെ ആനുകൂല്യമൊന്നുമല്ല, ഇത് കാലങ്ങളായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന അവകാശമാണ്.
ഘട്ടം ഘട്ടമായിട്ട് അധ്യാപകരുടെ ആനുകൂല്യവും അവകാശവും പിടിച്ചു വെക്കാനാണ് നീക്കമെങ്കിൽ പ്രതിഷേധത്തിന്റെ സ്വഭാവം മാറും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇന്ന് ഞങ്ങൾ 2 കെട്ട് പേപ്പർ നോക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഞങ്ങൾക്ക് എന്താ പറയുക, ഒരു ദിവസം ഞങ്ങൾ വാല്യൂ ചെയ്യേണ്ട 2 കെട്ട് പേപ്പർ ഞങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ട്, ഉച്ചയോടുകൂടി നോക്കി കഴിഞ്ഞിട്ടുണ്ട്. 3ാമത്തെ കെട്ട് പേപ്പർ എന്ന് പറയുന്നത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ സ്പെല്ല് വീണ്ടും വർദ്ധിപ്പിച്ച് ഒരു ബ്രേക്കൊക്കെ ഇട്ടിട്ട് 3ാമത്തെ സ്പെല്ലിലേക്കുള്ള സാധനമാണ് ഞങ്ങൾക്ക് ഈ 2 സ്പെല്ലിനകത്ത് തരുന്നത്. ഈ 2 സ്പെല്ലിനകത്തേക്ക് ഞങ്ങൾ തരികയും എന്നാൽ ഞങ്ങൾക്ക് അർഹതപ്പെട്ട DA തരാതിരിക്കുകയും ചെയ്യാന്നുള്ളത് നീതി നിഷേധമാണ്. അധ്യാപകരോട് സർക്കാർ സ്വീകരിക്കുന്ന പുറംതിരിഞ്ഞ നിലപാടാണ് എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഞങ്ങൾക്ക് അർഹതപ്പെട്ട DA അനുവദിച്ച് കിട്ടാതെ പേപ്പർ വാല്യുവേഷനുമായി സഹകരിക്കാൻ കഴിയില്ല എന്ന് തീർത്ത് അധ്യാപകർ ഞങ്ങൾക്ക് കിട്ടാതെ പേപ്പർ ഞങ്ങൾ നോക്കില്ല, മൂല്യനിർണയം നടത്തുന്ന അധ്യാപകരുടെ അവകാശങ്ങൾ അധികാരികളെ കേട്ടോളൂ, തട്ടിയെടുക്കാൻ നോക്കണ്ട. ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ ഞങ്ങൾ നോക്കില്ല.